ആദ്യ ചടങ്ങ് എന്ന രീതിയിൽ ഈശ്വര പ്രാർത്ഥന, മൗന പ്രാർത്ഥനയാണ് ഈ മലയാളം ക്ലാസിൻ്റെ പ്രവേശന ഉദ്ഘാടന ചടങ്ങാണ്, നമ്മുടെ റീ ഓപ്പണിംഗ് ചടങ്ങാണ്. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സംഘടനയുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ശ്രീമാൻ രാകേഷിനെ ക്ഷണിക്കുക. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് സ്വാഗതം പറയുന്ന ആൾ മുന്നേ എനിക്കൊരു ക്ഷമാപണമാണ്. അതായത് ഇവിടെ കസാര കുറഞ്ഞു. ഞാൻ ഇത്ര ആൾക്കാരെ എക്സ്പെക്ട് ചെയ്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ വാടകയ്ക്ക് കസാരയൊക്കെ കൊണ്ടിടും, വെറുതെ കസാര വേസ്റ്റ് ആവാറ് പതിവ്. അപ്പോൾ അതുകൊണ്ടൊന്നും ഞങ്ങൾ ഇന്നിപ്പോൾ മഴയൊക്കെ ആകുമ്പോൾ ആൾക്കാർ എത്തില്ല. അപ്പോൾ ആദ്യമായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ക്ഷമാപണം. ഓക്കെ. അപ്പോൾ നമ്മളെ അസോസിയേഷൻ്റെ നമ്മളെ മലയാളം ക്ലാസ്സിൻ്റെ നമ്മളെ പ്രവേശനോത്സവം എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് ഓൾറെഡി തുടങ്ങിയതാണ്. അത് കൊറോണയുടെ ഒരു ചെറിയ പ്രശ്നം കാരണം നമ്മളന്നൊരു 32ഓളം കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ റീ ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഈ റീ ഓപ്പണിങ്ങിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ടുള്ള നമ്മുടെ കർണാടക സ്റ്റേറ്റിൻ്റെ മലയാളം മിഷൻ്റെ പ്രസിഡന്റ് ശ്രീ ദാമോദരൻ സാറിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മളെ ഇന്നത്തെ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്നുള്ള നമ്മളെ അസോസിയേഷൻ്റെ എല്ലാ മെമ്പേഴ്സിനും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, കാരണം നമ്മൾ ആകാംക്ഷയുടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ദാമോദരൻ മാഷ ക്ലാസ് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പരിപാടികൾ അവസാനിപ്പിച്ച്, കാരണം സാറിന് 6 മണിയാകുമ്പോഴേക്കും വേറെ സ്ഥലത്തേക്ക് പോകണം, അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം സാറിൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ടൈം കുറയ്ക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഉദ്ഘാടന ചടങ്ങിന് മുമ്പ് ഈ മലയാളം ക്ലാസ്സിൻ്റെ നമ്മൾ നിർത്തിവെക്കേണ്ട സാഹചര്യം, നമ്മൾ തുടങ്ങിയ സാഹചര്യം, അതിനെക്കുറിച്ച് ഒരു വാക്കാണ്. 2018 ജൂൺ മാസം 15-ാം തീയതി കേരള മിഷൻ്റെ അണ്ടറിലെ കർണാടക ചാപ്റ്ററിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ആരംഭിച്ച ക്ലാസ്സാണ്. നമ്മുടെ സംഘടന ആരംഭിച്ചാണ് മലയാളം ക്ലാസ്. അന്ന് ഏകദേശം 32 കുട്ടികളുണ്ടായിരുന്നു. അത് പിന്നെ കുറഞ്ഞ് അവസാനം 23 കുട്ടികളെത്തി. ആ സമയത്താണ് നമ്മുടെ കൊറോണ എന്നുള്ള മഹാമാരിയുടെ ഭാഗമായി നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് നടത്താൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ചധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ നാട്ടിലാണ്, അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മൾ 12 കുട്ടികൾ വെച്ചിട്ടുള്ള ക്ലാസ്സാണ് ആരംഭിക്കുന്നത്. ഈ 12 എന്നുള്ളത് നമുക്ക് വീണ്ടും 32 മാറ്റുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസം നമ്മുടെ സംഘടനയ്ക്കുണ്ട്. ഈ മലയാളം ക്ലാസ്സിനെ കുറിച്ച് പറയുമ്പോൾ 2009 ഒക്ടോബർ മാസം 22-ാം തീയതി അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് വി.എസ്. അച്യുതാനന്ദൻ എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് രൂപീകരിച്ച മലയാള മിഷന്റെ അണ്ടറിൽ നടത്തിവരുന്ന ക്ലാസ്സാണ്. നമ്മുടെ ഈ ക്ലാസ്സിന് ഇന്ന് ഔപചാരികമായി ഈ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മലയാള മിഷന്റെ കർണാടക ചാപ്റ്റർ പ്രസിഡന്റ് ശ്രീമാൻ ദാമോദരൻ സാർ എത്തിച്ചേർന്നിട്ടുണ്ട്. 2018 നമ്മൾ ക്ലാസ് ആരംഭിക്കുന്ന സമയത്തും സാർ നമുക്ക് എത്തിച്ചേർന്ന് നമുക്ക് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. നിരവധി ക്ലാസ്സുകൾ സാർ പങ്കെടുത്തിട്ടുണ്ട്. നമുക്ക് പൂർണ്ണ വിശ്വാസത്തോടെ, വളരെ ആത്മവിശ്വാസത്തോടെ നമുക്ക് വീണ്ടും ക്ലാസ്സുകൾ ആരംഭിക്കാം. അതിന് മുമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സംഘടനയുടെ ചെയർമാൻ ശ്രീമാൻ രമേശൻ സാറിനെ ക്ഷണിച്ചു കൊടുക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ദാമോദരൻ മാസ്റ്ററെ എനിക്ക് 5 വർഷമായിട്ട് അറിയാം. ഒരു കൊച്ചുകുട്ടി ദാമോദരൻ സാറ് ക്ലാസ് എടുക്കുമ്പോ ഒരു കൊച്ചുകുട്ടി ഇതിലിരുന്ന് വലിയ കുട്ടികൾ വരെ വയസ്സായവരെ ആസ്വദിച്ച് ഒരു സെക്കൻഡ് പോലും നമുക്ക് വെറുതെ ഇരിക്കാൻ വിടില്ല. അത്രത്തോളം ആസ്വാദ ശീലമുള്ള പരിചയമുള്ള നല്ല
ഉടമയാണ് ദാമോദരൻ മാസ്റ്റർ. ഞാൻ അധികം നീട്ടിക്കുന്നില്ല എല്ലാവർക്കും. കാരണം നമ്മളൊരു ചൊല്ലുണ്ട്, അതായത് ചെറിയൊരു കവിതയാണ്. കാരണം അതാണ് നമ്മൾ കൊണ്ടുപോകില്ല ചോരന്മാർ, കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കും തോറും നേരിടും മേന്മ തന്നെ മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. എത്ര വിദ്യ, കാരണം എത്ര ഭാഷ പഠിച്ചാലും, പ്രത്യേകിച്ച് നമ്മൾ ബാംഗ്ലൂരിലുള്ള മലയാളികൾ 4 ഭാഷ പഠിച്ചിരിക്കാം. അത് ദൈവം, അമ്മ, അച്ഛൻ എല്ലാവരും അനുഗ്രഹം. നമ്മുടെ സംഘടനയ്ക്ക് പുറത്തുവരിക്കും വളരെ 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 അനുഗ്രഹമാണ്. കാരണം എല്ലാ സംഘടനകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സംഘടന അച്ചടക്കത്തോടുകൂടെ ഈ ഒരു ശൈലി എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നമസ്കാരം, നന്ദി. ഈ പ്രോഗ്രാമിന് നമ്മുടെ ചീഫ് ശ്രീമാൻ ദാമോദരൻ മാസ്റ്റർ നമ്മുടെ സംഘടന ആദരിക്കുന്നതിന് വേണ്ടി സംഘടനയുടെ രക്ഷാധികാരി ശ്രീമാൻ DR കേരള സാറിനെ ക്ഷണിച്ചു പോയിട്ടുണ്ട്. അടുത്തതായി സംഘടന നടത്തുന്ന ഈ മലയാളം ക്ലാസ് ഇനി മുന്നോട്ടുള്ള ദിനങ്ങൾ കുട്ടികൾക്ക് വിജ്ഞാനം പകർന്നു നൽകുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് 2 ടീച്ചർമാരുണ്ട്. അവരെ പരിചയപ്പെടുത്തുകയാണ്. അത് ശ്രീമതി അഞ്ജലി. അഞ്ജലി നമ്മുടെ ആദ്യം മുതലുള്ള ഒരു ടീച്ചറാണ്. നമ്മുടെ അനൂപിന്റെ ഒരു കവിത കേട്ടുകൊണ്ട് ആരംഭിക്കും. മലയാളത്തിൻ്റെ മഹാകവിയായിരുന്ന ശ്രീ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ കാവ്യനർത്തകി എന്ന കവിത ചൊല്ലുകയാണ്. അതിലെ ഏതാനും വരികൾ മാത്രം. കനകച്ചിലങ്കി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി, കനകച്ചിലങ്കി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി, കടമിഴി കോണുകളിൽ സ്വപ്നം മയങ്ങി, കതിരൂതിർപ്പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി. കനകച്ചിലങ്കി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി, കടമിഴി കോണുകളിൽ സ്വപ്നം മയങ്ങി, കതിരൂതിർപ്പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി. ഒഴുകൂമുടയാടയിൽ ഒളിയലകൾ ചിമ്മി, അഴകോരൂടലാർന്ന പോലങ്ങനെ മിന്നി, മതിമോഹന ശുഭനർത്തനമാടുന്ന ഈ മഹിതേ, മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ. ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും, ഒരു പകുതി പ്രജ്ഞയിൽ കരിപൂശിയ വാവും, ഇടചേർന്നൻ ഹൃദയം പുതുപുളകങ്ങൾ ചൂടി, ചുടുനടുവീർപ്പുകൾക്കിടയിലും ചൂടി. അതിധന്യകൾ ഉടുകന്യകൾ മണിവീണകൾ മീട്ടി, അപ്സരമണികൾ കൈമണികൾ കൊട്ടി, വൃന്ദാവന മുരളീരവ പശ്ചാത്തലമൊന്നിൽ സ്പന്ദിക്കുമാ മധുര സ്വരവീചികൾ തന്നിൽ, താളം നിരനിരയാൻ മുലയിട്ടിട്ടു തങ്ങി, താമരത്താരുകൾ പോൽ തത്തിലയ ഭംഗി. കനകച്ചിലങ്കി കീലുങ്ങി, കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി, കടമിഴി കോണുകളിൽ സ്വപ്നം മയങ്ങി, കതിരൂതിർപ്പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി. അടുത്ത 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീമതി അഞ്ജലി ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട ദാമോദരൻ സാർ, വിശിഷ്ടാതിഥികളെ, ആഴ്ചയുടെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ഒരു കവിത ചൊല്ലണമെന്ന് ആവശ്യപ്പെട്ടു. ഞാനൊരു കവിത അനൂപിനെ പോലെ മൊബൈലിൽ നോക്കി വായിക്കാനും മാത്രമൊന്നും ഞാൻ വളർന്നില്ല. അതുകൊണ്ട് ഞാൻ പേപ്പറിൽ എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ തന്നെ ഒരു കവിതയാണ്.
ദുരന്ത നാടക കാവ്യമായ രമണനിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കവിതയാണ് ഞാനിവിടെ പാരായണം ചെയ്യുന്നത്. ഒരു ഗ്രാമത്തിന്റെ ഭംഗിയെ പറ്റി കവി തന്റെ വരികളിലൂടെ വരച്ച് കാണിച്ചിരിക്കുന്നു. മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതകൾ കാട്ടിൽ മുങ്ങി മുങ്ങി കരളും മീഴിയും കവർന്നു മിന്നി കരയറ്റോരാലസൽ ഗ്രാമഭംഗി ഉലകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി പുലരോളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം കൂട്ടമരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതുരെ പൂമഴയായി പിന്നെ തളിരും മലരും തരുപ്പടപ്പും തണലും തണുവണി പുൽപ്പരപ്പും കളകളം പെയ്തു പെയ്തങ്ങുമിങ്ങും ഇളകിപ്പറക്കുന്ന പക്ഷികളും പരിമൃദു കല്ലോല വീണമീട്ടി പതറിപ്പതഞ്ഞു പൂഞ്ചോലകളും ഒരു നല്ല ചിത്രം വരച്ച പോലെ വരി വരി നിൽക്കുന്ന കുന്നുകളും പരശത സസ്യവിധാനിതമാം പല പല താഴ്വര തോപ്പുകളും പവിഴക്കതിർകുല ചാത്തണിഞ്ഞ പരിചയം നെൽപ്പാട വീഥികളും ഇടയന്റെ പാട്ടിലലിഞ്ഞൊഴുകും തടീനിയും താമര പൊയ്കകളും അവയെല്ലാം ആവരും ഗ്രാമരംഗം ഭുവനീക സ്വർഗമായി തീർത്തിരുന്നു. അവികല ശാന്തിരൻ പൊന്തിരകൻ അവിടെ തുളുമ്പി തുളുമ്പി നിന്നു. അഴകും ആരോഗ്യവും സ്വസ്ഥതയും അവിടത്തിൽ മുട്ടിട്ടു നിന്നിരുന്നു. അവിടമൊരൈശ്വര്യ ദേവതൻ അനേക ദേവാലയമായിരുന്നു. മതിമമ വർണ്ണനം നിങ്ങളൊന്ന മലനാടു കണ്ടാൽ കൊതിച്ചു പോകും. മതിമമ വർണ്ണനം നിങ്ങളൊന്ന മലനാടു കണ്ടാൽ കൊതിച്ചു പോകും. മലയാളം വിഷയ ആഭിമുഖ്യത്തിൽ നമ്മളിവിടെ നടത്തുന്ന ഈ മലയാളം ക്ലാസ്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം മലയാളം പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആക്ച്വലി എനിക്ക് പറയണം എന്ന് ചോദിച്ചു വാങ്ങിച്ച അവസരമാണ്. വേറൊന്നുമല്ല, നമ്മളിപ്പോൾ വീടുകളിലൊക്കെ കാണുന്ന ചില കാര്യങ്ങൾ വെച്ചിട്ട് ഇത് പറയണമെന്ന് എനിക്ക് തോന്നി. ഇവിടെ ഇത്രയും നമുക്കൊരു ലിമിറ്റഡ് ഓഡിയൻസ് ആണെങ്കിൽ ഇരിക്കുന്നവർ പോയി അത് വെളിയിലോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്താൽ അത് നല്ലൊരു കാര്യമായിരിക്കും എനിക്ക് തോന്നി. ഈ അടുത്ത് ഞാൻ ഒരു പേപ്പറിൽ വായിച്ച ഒരു കാര്യമാണ്. ഒരു അമ്മ 80 വയസ്സുള്ള ഒരമ്മ അവരുടെ മകന് എഴുതി കൊടുത്തിരിക്കുന്ന സ്വത്തുക്കൾ തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. മകൻ ഒരു വിദേശ രാജ്യത്ത് ഡോക്ടറാണ്. അപ്പോൾ മകന് നാട്ടിലേക്ക് വരുമ്പോൾ അമ്മയെടുത്ത് മക്കൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവര് വിദേശത്ത് താമസിക്കുന്നത് കൊണ്ട് ഇവിടെ വരുമ്പോൾ മലയാളം മാത്രം സംസാരിക്കുന്ന അമ്മയോട് സംസാരിക്കുമ്പോൾ മക്കളുടെ ആക്സെന്റ് മോശമാകും. ആക്സെന്റ് മലയാള ആക്സെന്റ് ഇംഗ്ലീഷുമായിട്ട് കൂടി ചേരുമ്പോൾ അത് അവർക്ക് നാണക്കേടാണ്. അതുകൊണ്ട്
മുത്തശ്ശിയെ സംസാരിക്കാൻ പാടില്ല എന്ന് ഈ മകനും മരുമകളും മക്കളോട് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം, നമ്മളിൽ പലരും പുതിയ വിദേശത്തേക്ക് പോകാനുള്ള ഊഴം കാത്തിരിക്കുന്നവര്, അല്ലെങ്കിൽ മക്കളിലൂടെ അത് നേടിയെടുക്കാൻ കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ഈ ഭാഷ കുട്ടികൾക്ക് നിഷേധിക്കുന്നതിലൂടെ നമ്മൾ എന്താണ് അവർക്ക് നിഷേധിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. നമ്മളെ ഗ്രാൻഡ് പേരൻസിലൂടെ കുട്ടികൾക്ക് കിട്ടാവുന്ന ഒരു സ്നേഹം, അതുപോലെ തന്നെ തിരിച്ച് ഗ്രാൻഡ് പേരൻസിന് കുട്ടികളിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം, അത് നമ്മൾ നിഷേധിക്കുക. നമ്മൾ പേരന്റ് ആയതുകൊണ്ട് അത് നിഷേധിക്കാനുള്ള അവകാശം നമുക്കില്ല. ശരിക്കും ആ സ്നേഹം അവർ അനുഭവിക്കേണ്ടതാണ്. അതുപോലെ ആ ഭാഷ ഇല്ലാതാവുന്നതിലൂടെ അവർക്ക് മറ്റു ബന്ധുക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ ഇല്ലാതാകുകയാണ്. അപ്പോൾ അവരെ ഒരു മുതിർന്നവരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടേണ്ട സാംസ്കാരിക മൂല്യങ്ങൾ നമ്മളവിടെ കട്ട് ചെയ്യുകയാണ്. അത് ശരിയല്ല. അവരെ നമ്മൾ കേന്ദ്രത്തിൽ വിട്ട് പഠിപ്പിച്ചാൽ പോലും അതൊന്നും അവർക്ക് കിട്ടത്തില്ല അവിടുന്ന്. അതുപോലെ നമ്മൾ വിദേശ രാജ്യത്ത് പോയിട്ട് അവിടുത്തെ സാംസ്കാരിക മൂല്യങ്ങളെ പറ്റിയും അവരുടെ സംസ്കാരം എങ്ങനെ സംരക്ഷിക്കുന്നു എന്നതിനെ പറ്റിയൊക്കെ നമ്മൾ വലിയ വാചാലരാകും, അല്ലെങ്കിൽ ആ കുട്ടികൾ നമ്മുടെ കുട്ടികളോട് പറയും. പക്ഷെ നമ്മുടെ കുട്ടികളുടെ വേരുകൾ എവിടെയോ നഷ്ടപ്പെട്ടു. അപ്പോൾ അന്ന് അവരെ നമ്മളോട് തിരിച്ച് ചോദിക്കും. പക്ഷെ അപ്പോഴത്തേക്കും ഒരുപാട് വൈകിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന്റെ കാലം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഒരു പ്രവാസി ആയിരിക്കുമ്പം നമുക്ക് കുട്ടികളുടെ ഭാഷ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം? നമ്മൾ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, വീട്ടിൽ മലയാളം സംസാരിക്കാം, മാതൃഭാഷ സംസാരിക്കാം. പിന്നെ നമ്മുടെ മലയാളം ചാനലുകൾ കാണാൻ ഈ നമ്മളെ മറ്റേ ഡോറ പോലെയുള്ള നീ എവിടെ പോകുന്നു ഡോറ, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കോമഡി പ്രോഗ്രാംസ്, അല്ലെങ്കിൽ വാർത്ത, അല്ലെങ്കിൽ നമ്മുടെ ഈ സംഗീത ഷോകളുണ്ടല്ലോ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ അവരത് ആദ്യം ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ വാക്കുകൾ അവരുടെ ഉള്ളിലോട്ട് പോകും. അപ്പോൾ അവർ മലയാളം ഭാഷ അവർക്ക് ഒരു പരിചയം ഉണ്ടാവും. പിന്നെ നമുക്ക് പ്രായത്തിനനുസരിച്ചുള്ള ചെറിയ ചെറിയ ബുക്കുകൾ അവർക്ക് വായിച്ചു കൊടുക്കാം. പഞ്ചതന്റെ കഥകൾ, അല്ലെങ്കിൽ വാരവിജിയുടെ കഥകൾ. അങ്ങനെ അതിലൂടെ നമുക്ക് ആ ഒരു സംസ്കാരവും ഭാഷയും അവരിലൂടെ എത്തിയാണ്. ഇപ്പോഴും വേണമെന്നില്ല, പക്ഷെ മാസത്തിൽ ഒരു തവണയെങ്കിലും നമുക്കത് ശ്രദ്ധിക്കാം. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, കഴിയുന്നത്ര നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ നാട് വിസിറ്റ് ചെയ്യുക, വീട് വിസിറ്റ് ചെയ്യുക. ലെറ്റ് ദം see their roots, let them interact with their grandparents and their near and dear ones. We should always remember that there is no other place like home, so we should not cut their roots. Thank you so much. അടുത്തതായി വീണ്ടും ഒരു ഗാനമാണ്. നമ്മുടെ വിമാറ്റ് അക്കാഡമിയുടെ ചെയർമാൻ മിസ്റ്റർ സജിയാണ്. സജിയെ വിളിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭാരത് സേവാ പുരസ്കാരം ലഭിച്ച വേദിക് മാർക്സിലൂടെ വിദ്യാഭ്യാസ രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ചതിൻ്റെ ഭാഗമായി കേന്ദ്ര പ്ലാനിംഗ് ബോർഡ് കമ്മീഷൻ്റെ അണ്ടറിലുള്ള ഭാരത് സേവാ പുരസ്കാരം ഈ കഴിഞ്ഞ 12-ാം തീയതി സ്വീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ സംഘടന മുമ്പെന്നുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരു മുഹൂർത്തമാണ്. ആ സഖിയെ നമുക്കൊരു കാലം ലഭിക്കുന്ന വേണ്ടി ക്ഷണിക്കുകയാണ്.
ചന്ദ്രകളഭം ചാത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ തിരികരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി ചന്ദ്രകളഭം ചാത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി. ൂതിരല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ ഈ വനസുരതിയ ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ ചന്ദ്രികളുണ്ടോ ചന്ദ്രികയുണ്ടോ ഗന്ധർവഗീതമുണ്ടോ വസുന്ധരേ വസുന്ധരേ കൊതിതീരും വരെ ഇവിടെ ജീവിച്ച് മരിച്ചവരുണ്ടോ ചന്ദ്രകളഭം ചാത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി. Thank you so much.